ആകെയുള്ളത് 163 സീറ്റ് മാത്രം. പടമഴിഞ്ഞു വീഴുകയാണ് മോദിയുടേത്. 4 ഘട്ടവും പിന്നിട്ട് കഴിയുമ്പോൾ ഇനി ഇറക്കാൻ തുറുപ്പുചീട്ടുകളൊന്നുമില്ലാതിരിക്കുമ്പോൾ സത്യത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്തിലൂടെയാണ് മോദി കടന്നു പോകുന്നത്. ഇതോടെ തങ്ങളുടെ ഗ്യാരണ്ടി തന്നെ പൊളിഞ്ഞു എന്നായപ്പോൾ BJP കൊട്ടകളിൽ അത്രയും നിരാശയുമാണ്. BJPയുടെ അക്കൗണ്ടുകൾ നിറയ്ക്കുമെന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലാണിപ്പോൾ പോളിംഗിൽ 2019 കുറവ് സംഭവിച്ചുകൊണ്ട് BJPക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. അവിടെയാണ് ഇനി ആകെ 163 സീറ്റേ ബാക്കിയുള്ളൂ എന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി 3 ഘട്ടം മാത്രം അവശേഷിക്കെ BJP നേരിടുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. അടുത്ത 3 ഘട്ടത്തിലായി 163 സീറ്റിലേക്കാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 163ൽ 118 സീറ്റും BJPക്കും സഖ്യകക്ഷികൾക്കുമാണ് കിട്ടിയത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ജയിക്കാനായതോ 45 സീറ്റിൽ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കുക BJPക്ക് എളുപ്പമല്ല. UPയിലെ 41 സീറ്റിലേക്കും ബീഹാറിലെ 21 സീറ്റുകളിലേക്കും ബംഗാളിലെ 24 സീറ്റിലേക്കും വോട്ടെടുപ്പ് ഇനിയും നടക്കാനുണ്ട്. മഹാരാഷ്ട്രയിലെ ശേഷിക്കുന്ന 13 സീറ്റിലേക്ക് 20-നാണ് വോട്ടെടുപ്പ്. ഒഡീഷയിൽ ശേഷിക്കുന്ന 17 മണ്ഡലത്തിലേക്കും ജാർഖണ്ഡിലെ 10 മണ്ഡലത്തിലേക്കും 7 സീറ്റുള്ള ഡൽഹിയിലും 10 സീറ്റുള്ള ഹരിയാനയിലും 25-നുമാണ് പോളിംഗ്. പഞ്ചാബിലെ 13 സീറ്റിലും ഹിമാചലിലെ 4 സീറ്റിലും ചണ്ഡീഗഡിലും ജൂൺ 1-ന് അവസാന ഘട്ടത്തിലുമാണ് വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിലെ ശേഷിക്കുന്ന 13 സീറ്റും NDയാണ് ജയിച്ചത്. എന്നാൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും NCP ശരത് പക്ഷവും ഉൾപ്പെടുന്ന ഇന്ത്യ കൂട്ടായ്മ മുംബൈയിലെയും സമീപ പ്രദേശങ്ങളിലെയും മണ്ഡലങ്ങളിൽ NDAക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്ത്യ കൂട്ടായ്മ സ്ഥാനാർത്ഥികൾക്ക് CPIM പ്രഖ്യാപിച്ചിട്ടുള്ള പിന്തുണ പാൽഘർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിർണായകമാവുകയും ചെയ്യും. അവസാന ഘട്ടത്തിൽ ബൂത്തിലേക്ക് നീങ്ങുന്ന ബീഹാറിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലും ഡൽഹി, ഹരിയാന, ഹിമാചൽ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സമ്പൂർണ്ണ വിജയമായിരുന്നു. എന്നാൽ കെജ്രിവാളിന്റെ മോചനത്തോടെ ഹരിയാനയിലും ഡൽഹിയിലും BJP കടുത്ത പ്രതിസന്ധിയിലാണ്. ബീഹാറിലും ഇന്ത്യ കൂട്ടായ്മ കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. UPയിലെ ശേഷിക്കുന്ന 41 മണ്ഡലത്തിൽ SPക്കും BSPക്കും കോൺഗ്രസിനുമായി 8 സീറ്റാണ് കിട്ടിയിരുന്നത്. ബംഗാളിലെ ശേഷിക്കുന്ന 24 സീറ്റിൽ 8 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചത്. ഇടതുപക്ഷം ശക്തി കൂട്ടുന്ന തെക്കൻ ബംഗാളിലെ മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം BJPക്ക് സാധ്യമാകില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. BJDയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒഡീഷയിൽ മാത്രം അല്പം നില മെച്ചപ്പെടുത്താം എന്നേ പറയാൻ പറ്റൂ. ആരുമായും സഖ്യമില്ലാതെ മത്സരിക്കുന്ന പഞ്ചാബിൽ നിലവിലെ 2 സീറ്റ് നിലനിർത്താൻ പോലും BJPക്ക് പറ്റുമോ എന്നുള്ളതും കണക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും 4 ഘട്ടം പിന്നിടുമ്പോൾ ഇനി ബാക്കിയുള്ള 3 ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി തല താഴ്ത്തിയിരിക്കേണ്ടുന്ന അവസ്ഥയിലാണ്.